സെക്കൻഡ് മൊഡ്യൂളിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 5 ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സും. കോൺക്രീറ്റ് ടെക്നോളജിയിലെ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ്? കോൺക്രീറ്റിലെ വർക്കബിലിറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഫാക്ടേഴ്സ് ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. വാട്ടർ കണ്ടൻറ്റ്, മിക്സ് പ്രപ്പോർഷൻ, സൈസ് ഓഫ് അഗ്രിഗേറ്റ്, ഷേപ്പ് ഓഫ് അഗ്രിഗേറ്റ്, surface texture of aggregate, grading of admixtures, use of admixtures. Second question, list the test for measuring workability and explain slump test. വർക്കബിലിറ്റി മെഷർ ചെയ്യാനുള്ള ടെസ്റ്റുകളെ കുറിച്ച് ലിസ്റ്റ് ചെയ്യാനും അതിലത്തെ സ്ലംപ് ടെസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. മെയിനായിട്ട് നമ്മൾ 3 ടെസ്റ്റാണ് വർക്കബിലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സ്ലംപ് ടെസ്റ്റ് ഉണ്ട്, കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ് ആൻഡ് VB കൺസിസ്റ്റോമീറ്റർ ടെസ്റ്റ്. അതിൽ സ്ലംപ് ടെസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നുണ്ട്. സ്ലംപ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്ലംപ് കോൺ ഉണ്ട്. കോണിന് ടോപ്പിൽ 100 mm ഡയമീറ്ററും ബോട്ടത്തിൽ 200 mm ഡയമീറ്ററും ആൻഡ് 300 mm ഹൈറ്റുള്ളൊരു കോണാണ്. അതിൽ നമ്മൾ കോൺക്രീറ്റ് മിക്സ്ചർ 3 ലെയറായിട്ട് ഫില്ല് ചെയ്യുന്നു. ഈച്ച് ലെയറും 25 ടൈംസ് ടാമ്പ് ചെയ്തിട്ടുള്ളതായിട്ട് ഫില്ല് ചെയ്യുന്നു. അതിനുശേഷം ആ കോണ് നമ്മൾ റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് കോണിൻ്റെ സ്ലംപ് നമ്മൾ മെഷർ ചെയ്യും. കോണ് റിമൂവ് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ഭാഗം ഫെയിൽ ആവാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ഫെയിൽ ആവുന്നതിൻ്റെ ആ ഒരു ഡെപ്ത്ത്, ഒരു ഹൈറ്റ് നമ്മൾ മെഷർ ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. ആ സ്ലംപിനെ ബേസ് ചെയ്തിട്ട് എത്രത്തോളം വർക്കബിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്? കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ആദ്യത്തെ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ആൻഡ് ഡിഗ്രി ഓഫ് കോമ്പാക്ഷൻ, ജെൽ സ്പേസ് റേഷ്യോ, അഗ്രിഗേറ്റ് സിമെൻറ്റ് റേഷ്യോ, മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റ്, ഏജ് ഓഫ് കോൺക്രീറ്റ്. ഇതിൽ വാട്ടർ സിമെൻറ്റ് റേഷ്യോ കൂടുമ്പോഴാണ്, വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് സ്ട്രെങ്ത്ത് ഡിക്രീസ് ചെയ്യാൻ ചെയ്യുന്നത്. അത് തമ്മിൽ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. ഡിഗ്രി ഓഫ് കോമ്പാക്ഷൻ എന്ന് പറയുന്നത് കൂടുതൽ കോമ്പാക്റ്റ് ചെയ്ത കോൺക്രീറ്റ് അല്ലെങ്കിൽ മിക്സ്ചർ ആണെന്നുണ്ടെങ്കിൽ അതിൽ സ്ട്രെങ്ത്ത് കൂടുതലായിരിക്കും. കൂടുതൽ വോയിഡ് കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അതിൽ സ്ട്രെങ്ത്ത് കുറവായിരിക്കും. ജെൽ സ്പേസ് റേഷ്യോ എന്ന് പറയുന്നത്, ജെൽ എന്ന് പറയുന്നത് ദ എമൗണ്ട് ഓഫ് പേസ്റ്റ് ആണ്. സ്പേസ് എന്ന് പറയുന്നത് വോയിഡ് കണ്ടൻ്റ് ആണ്. അപ്പോൾ വോയിഡ് കണ്ടൻറ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെങ്ത്ത് കുറയാണ് ചെയ്യുന്നത്. പിന്നെ അഗ്രിഗേറ്റ് സിമെൻറ്റ് റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലീൻ കോൺക്രീറ്റ്, റിച്ച് കോൺക്രീറ്റ് ഒക്കെ ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടാണ്. അഗ്രിഗേറ്റ് സിമെൻറ്റ് റേഷ്യോ കൂടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് സിമെൻറ്റ് കണ്ടൻറ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ആ മിക്സിന് നമ്മൾ റിച്ച് മിക്സെന്നും, സിമെൻറ്റ് കണ്ടൻറ്റ് കുറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മിക്സിനെ ലീൻ മിക്സ് എന്നും പറയും. അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് അതിന് സ്ട്രെങ്ത് ഉണ്ടോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ലീൻ മിക്സിനായിരിക്കും കൂടുതൽ സ്ട്രെങ്ത് വരാറ്. ഇനി ഇതിൽ മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റ്, മാക്സിമം സൈസ് കൂടുന്നതിനനുസരിച്ചിട്ടുള്ള എഫക്റ്റ് വളരെ കുറവാണ്. പിന്നെ ഏജ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്, ഏജ് കൂടുന്നതിനനുസരിച്ചിട്ട് സ്ട്രെങ്ത്ത് കൂടുകയാണ് ചെയ്യുന്നത് അപ് ടു ലിമിറ്റ്. അതായത് ഒരുപാട് ഏജ് കൂടുമ്പോൾ ഡ്യൂറബിലിറ്റി ഒക്കെ കുറയാൻ സാധ്യതയുണ്ട്. എങ്കിൽ പോലും ഹൈഡ്രേഷൻ പ്രോസസ്സ് കൂടുതലായിട്ട് നടക്കും. അതുകൊണ്ട് ഏജ് കൂടുന്നതിനനുസരിച്ചിട്ട് സ്ട്രെങ്ത്ത് കൂടുകയാണ് ചെയ്യുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ ഈസ് കമ്പയർ സിലിണ്ടർ ടെസ്റ്റ് ആൻഡ് ട്യൂബ് ടെസ്റ്റ് ഇൻ കോൺക്രീറ്റ് കംപ്രഷൻ. കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്ത് കണ്ടുപിടിക്കാനുള്ള 2 ടെസ്റ്റുകളായിരുന്നു സിലിണ്ടർ ടെസ്റ്റും ട്യൂബ് ടെസ്റ്റും. അതായത് കംപ്രസീവ് സ്ട്രെങ്ത്തിലാണ്. അത് തമ്മിൽ കമ്പയർ ചെയ്യാനാണ് പറയുന്നത്. ആൻസർ ഇതാണ്. നമ്മൾ സിലിണ്ടർ ടെസ്റ്റും ട്യൂബ് ടെസ്റ്റും കംപ്രസീവ് സ്ട്രെങ്ത്ത് മെഷർ ചെയ്യാൻ പറ്റിയ ടെസ്റ്റാണ്. അതിൽ ട്യൂബ് ടെസ്റ്റ് എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ നീളവും 15 സെൻറ്റിമീറ്റർ വീതിയും 15 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ളൊരു ട്യൂബിലാണ് നമ്മൾ ട്യൂബ് ടെസ്റ്റ് മെഷർ ചെയ്യാറ്. സിലിണ്ടർ എന്ന് പറയുന്നത് നമ്മൾ 15 സെൻറ്റിമീറ്റർ ഡയമീറ്ററും 30 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ളൊരു സിലിണ്ടറിലാണ് നമ്മൾ സിലിണ്ടർ ടെസ്റ്റ് മെഷർ ചെയ്യാറുള്ളത്. ഇത് തമ്മിൽ നമ്മൾ കംപ്രസീവ് ലോഡിൻ്റെ അണ്ടറിൽ പ്ലേസ് ചെയ്യുന്നു. യൂണി ആക്സിൽ കംപ്രസീവ് ലോഡ് കൊടുക്കുന്നു. നമുക്കതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത്ത് മെഷർ ചെയ്യാൻ പറ്റും. Generally, the strength of cylinder sample is equal to 0.8 times the strength of tube. അതായത് ഇതിൽ സിലിണ്ടർ സാമ്പിളിനാണ് കൂടുതൽ സ്ട്രെങ്ത്ത് കിട്ടാറ് എന്നാണ് പറയുന്നത്. അതായത് ട്യൂബിനെക്കാട്ടിലൊരു 0.8 ടൈംസ് നമുക്ക് കിട്ടും. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഈസ് എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്യൂറിംഗ്. വാട്ട് ആർ ദ മെത്തേഡ്സ് അഡോപ്റ്റഡ് ഫോർ ക്യൂറിംഗ്? ക്യൂറിങ്ങിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ മെത്തേഡ്സുമാണ്. 8 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ക്യൂറിംഗ് എന്ന് പറയുന്നത് പ്രിവെൻറ്റിംഗ് ദ ലോസ് ഓഫ് മോയ്സ്ചർ ഫ്രം ദ കോൺക്രീറ്റ് വൈൽ മെയിൻറ്റെയിനിങ് എ സാറ്റിസ്ഫാക്ടറി ടെമ്പറേച്ചർ. കോൺക്രീറ്റ്
gain strength by hydration. To avoid loss of moisture, curing is required. അതായത് മോയ്സ്ചർ കണ്ടൻറ്റ് പ്രിവെൻറ്റ് ചെയ്യണത്, അതായത് ലോസ് ആവുന്നത് ഇവാപ്രേഷൻ വഴിയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് കൂട്ടാൻ വേണ്ടിയിട്ട്, വാട്ടർ കണ്ടൻറ്റ് അതിൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യൂറിങ് കൊടുക്കാറ്. വാട്ടർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഹൈഡ്രേഷൻ പ്രോസസ്സ് നടക്കുകയുള്ളൂ. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്: വാട്ടർ ക്യൂറിങ്, സ്റ്റീം ക്യൂറിങ്, മെംബ്രെയിൻ ക്യൂറിങ്. നമ്മളിപ്പോൾ വെള്ളം വാട്ടറായിട്ട് തന്നെയാണ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വാട്ടർ ക്യൂറിങ് എന്ന് പറയും. ലിക്വിഡ് സ്റ്റേറ്റിലാണ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വാട്ടർ ക്യൂറിങ് എന്ന് പറയും. സ്റ്റീമായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റീം ക്യൂറിങ് എന്ന് പറയും. മെംബ്രെയിൻ ക്യൂറിങ് ആണെങ്കിൽ അതിന് മുകളിൽ നമ്മളൊരു കവറിങ്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റോ എന്തെങ്കിലും മെറ്റീരിയലൊക്കെ യൂസ് ചെയ്തിട്ട് വെള്ളം ഇവാപ്രേറ്റ് ചെയ്ത് പോകുന്നത് തടയുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ മെംബ്രെയിൻ ക്യൂറിങ് എന്ന് പറയും.